ഞങ്ങളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്താണ്. തുറമുഖത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്ദർശകരെയും തുറമുഖത്തിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖം ഉൾക്കൊള്ളുന്ന അതീവ സുരക്ഷാ മേഖലയിൽ കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും നേവിയുടെയും പ്രത്യേക സംഘങ്ങൾ പരിശോധന തുടരുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. കൃത്യമായി അവർ സർവൈലൻസ്, അതായത് ഈ ബോട്ടുകളിലെത്തി തുറമുഖത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും എന്തെങ്കിലും അസ്വാഭാവികമായ ഇടപെടലുകൾ എവിടുന്നെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സർവൈലൻസ് നടത്തുന്നു. അതോടൊപ്പമാണ് ഈ തീരത്ത് നിന്ന് ഒരു കപ്പൽ, അതായത് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികമായി കേടുപാടുകൾ ഉണ്ടായതിനെ തുടർന്ന് തീരത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കപ്പൽ അടിയന്തരമായി അവിടെ നിന്ന് നീക്കാനുള്ള ഒരു നിർദ്ദേശം കൂടെ നൽകിയിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡ്. ആ കപ്പൽ അടിയന്തരമായി അവിടെ നിന്ന് നീക്കും. അതോടൊപ്പം നിലവിൽ അവിടെയുള്ള MSCയുടെ ഒരു ഷിപ്പിന്, അതായത് കണ്ടെയ്നർ നീക്കത്തിനു വേണ്ടി ഇവിടേക്ക് എത്തിയ ഒരു ഷിപ്പിന് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും ചേർന്ന് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ആ കപ്പലുകൾ കൃത്യമായി നമുക്ക് സുരക്ഷ ഒരുക്കുന്ന ബോട്ടുകളും അതോടൊപ്പം തന്നെ ഈ MSCയുടെ കപ്പലുമൊക്കെ ഇവിടെ നിന്ന് കൃത്യമായി തന്നെ നമുക്ക് ദൃശ്യമാകും. അതുകൊണ്ട് തന്നെ ഈ CCTVയുടെ കർശനമായ നിരീക്ഷണം ഈ പരിസരത്തെല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ഇരുവശങ്ങളിലും, അതായത് തുറമുഖത്തിന്റെ കവാടത്തിലും അതോടൊപ്പം തന്നെ ഈ തുറമുഖത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിലും കപ്പലുകൾ നിൽക്കുന്ന ബർത്തിനടുത്തുമൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിഴിഞ്ഞം തുറമുഖ അതോറിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് അടിയന്തര സാഹചര്യം വന്നാലും നേരിടാൻ സജ്ജരായി നിൽക്കാനാണ് നിർദ്ദേശം. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. എന്ത് തരത്തിൽ, അതായത് കടലിലൂടെയുള്ള ഒരു ആക്രമണ സാധ്യത അത് രാജ്യം നേരത്തെ മുതൽ തന്നെ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട പോർട്ടുകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കടന്നുപോയി ഏതാണ്ട് ഒരാഴ്ച മാത്രം പിന്നിടുന്ന, രാജ്യത്തിന് സമർപ്പിച്ചിട്ട് ഒരാഴ്ച മാത്രം പിന്നിടുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അതിന്റെ തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ള അതീവ സുരക്ഷിതമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. നിലവിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ഉണർത്തുന്ന സാഹചര്യമൊന്നും ഇവിടെ നിലവിലില്ല എങ്കിലും എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് കൃത്യമായി തന്നെ അതിനെ നേരിടാൻ സജ്ജരായിയാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന ഒറ്റ വാക്കിൽ ഉത്തരം ഒതുക്കുകയാണ് ഉദ്യോഗസ്ഥർ. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തുറമുഖം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അങ്ങ് ദൂരെ MSCയുടെ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിന് അടുത്തായി അതിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളുണ്ട്. ആ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകൾക്ക് സമീപത്താണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനാ സംഘം കൂടി, ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഉൾക്കൊള്ളുന്ന അതീവ സുരക്ഷാ മേഖലയിൽ നേരത്തെ മുതൽ തന്നെ, അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ കർശനമായ നിരീക്ഷണത്തിലാണ്, വലിയ പരിശോധനകൾക്ക് ഇടയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ പരിശോധനയുടെ അല്ലെങ്കിൽ ആ ജാഗ്രതയുടെ തീവ്രത കൂടും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു നടപടികളിലേക്ക് അവർ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് ആളുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലുമെല്ലാം ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തും ഇങ്ങനെ അതിതീവ്ര സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പരിശോധനകൾ, അത് കൃത്യമായി ഒരു തരത്തിലും സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനം അനുവദിക്കാതെ നിതാന്തമായ ജാഗ്രത അത് തുറമുഖ കവാടത്തിലും മറ്റ് തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം വിഴിഞ്ഞത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. സംഘർഷ മേഖലയിലെ മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രൊഫസർ കെ വി തോമസ്. വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും ആശങ്ക വേണ്ട, കൃത്യമായ ഏകോപനം നടത്തുന്നതായും കെ വി തോമസ് അറിയിച്ചു. അതിർത്തിയിൽ സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ 2 ഹെൽപ്പ് ഡെസ്കുകൾ, ഒന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റൊന്ന് കേരള ഹൗസിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. വരുന്നവർക്കെല്ലാം നാട്ടിലേക്ക് പോകേണ്ടവർക്ക് അതിനുള്ള സഹായം കൊടുക്കുന്നുണ്ട്. താമസിക്കുന്നവർക്കുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്.
സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികളെ ഡൽഹി കേരള ഹൌസിൽ എത്തിച്ചു. ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലെ സർവകലാശാലയിൽ നിന്നുള്ള 75ഓളം വിദ്യാർത്ഥികളാണ് എത്തിയത്. ഡൽഹി കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീനഗറിൽ 2 സ്ഫോടനങ്ങളും ബരാമുള്ളയിൽ 1 സ്ഫോടനം ഉണ്ടായതായും റിപ്പോർട്ട് വരുന്നു. പഠാൻകോട്ട് വ്യോമത്താവളത്തിൽ വീണ്ടും സൈറണുകൾ മുഴങ്ങി തുടങ്ങി. എയർബേസിനുള്ളിൽ നിന്ന് തുടർച്ചയായി സൈറൺ മുഴങ്ങുന്നുണ്ട്. പഞ്ചാബ് ഹിമാചൽ അതിർത്തിയിലുള്ള ഫയറിംഗ് റേഞ്ചിലെ കുന്നിൽ സ്ഫോടനമുണ്ടായെന്നും വിവരമുണ്ട്. MG മിഥുൻ ചേർന്നു. മിഥുൻ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടനങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? ജനവാസ കേന്ദ്രങ്ങളിലാണോ, സൈനിക കേന്ദ്രങ്ങളിലാണോ? ശ്രീനഗർ തൊട്ട് പത്താൻകോട്ട് വരെ ഈ തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നാണോ പറയുന്നത്? അപർണ, ഇതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് ശ്രീനഗർ വിമാനത്താവളത്തിനും സൈനിക ആസ്ഥാനത്തിനും സമീപമാണ് ആദ്യ സ്ഫോടനം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോയിറ്റേഴ്സ് ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, കാശ്മീരിലെ ബാരാമുള്ളയിലും 2 സ്ഫോടനങ്ങൾ സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തു. അതായത് ഇത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണം ചെറുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവ തകർക്കുകയായിരുന്നു ചെയ്തത്. അതിന്റെ സൗണ്ടാണ്, അല്ലെങ്കിൽ ആ ശബ്ദമാണ് വലിയ ഉഗ്രസ്ഫോടനം എന്ന രീതിയിൽ കേട്ടതായിട്ടാണ് സമീപവാസികൾ പറയുകയും ചെയ്യുന്നത്. ആ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും വീണ്ടും അതിശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. പത്താൻകോട്ടിലും സമാനമായ രീതിയിൽ ഒരു സ്ഫോടനം നടന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. മറ്റിടങ്ങളിലും ഇതേ രീതിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ കണ്ടതാണ് ഷെല്ലിംഗ് വ്യാപകമായി രാത്രി ഒരു 7:30 ശേഷം പലയിടങ്ങളിലും ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഷെല്ലിംഗ് ആരംഭിക്കുന്നു. തുടർന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. 26 കേന്ദ്രങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. അതിൽ 20 നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ്. അതായത് ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നു, ആക്രമണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും രീതിയിൽ വരയ്ക്കുന്നത്. അത്തരത്തിൽ ചില കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാട് പറ്റിയതായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് പ്രതിരോധ മന്ത്രാലയം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇനിയും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടും, അതിന് സർവ്വസജ്ജമായി സൈന്യം ഉറപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നത് വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ തന്നെ ആവശ്യപ്പെടുക, അതേസമയത്ത് അതിർത്തിയിലും മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്ന് പിന്മാറാതിരിക്കുകയും ചെയ്യുക. ആ ഇരട്ടത്താപ്പ് പാകിസ്ഥാൻ കാണിക്കുന്നു. ഈ സമയത്ത് ലോക രാഷ്ട്രങ്ങൾ, അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിനകത്ത് മധ്യസ്ഥം വഹിക്കാമെന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് വരാം. ശ്രീനഗറിൽ ബാരാമുള്ളയിലും സ്ഫോടനം നടന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അപായ സൈറണുകൾ മുഴങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. MG മിഥുൻ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും ഇടവേളയ്ക്ക് ശേഷം.